ജെ മേഴ്സിക്കുട്ടിയമ്മ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. മേഴ്സിക്കുട്ടിയമ്മ, ഈ വ്യവസായിയുടെ ഈ വിവരം താങ്കൾ അറിഞ്ഞിരുന്നോ? താങ്കൾക്ക് അതിന്റെ ഒരു വ്യക്തത ലഭിച്ചിരുന്നോ? അതെ, ഇപ്പൊ മീഡിയയിൽ കണ്ടു. അതിനകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് കശുവണ്ടി വ്യവസായം അത്യസാധാരണമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. 15കൾക്ക് മുമ്പ് തന്നെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ നാള് മുതലാണ് പ്രശ്നം സങ്കീർണമായത്. കോവിഡും മറ്റുമൊക്കെ വന്ന് പല വ്യവസായികൾക്കും അത് കുറച്ചുകൂടെ വിഷമേറി. ഈ ഘട്ടത്തിലാണ് ഗവൺമെന്റ് ഇടപെട്ടിട്ട് വ്യവസായ പ്രമുഖരുടെ പ്രതിനിധിയെയും ബാങ്കിന്റെ പ്രതിനിധിയെയും ഗവൺമെന്റ് പ്രതിനിധിയെയും കൂടെ ചേർത്ത് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആ കമ്മിറ്റി കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെ കുറച്ച് പലിശ രഹിത വായ്പ കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു ഒന്നാം പാക്കേജ് വന്നിരുന്നു. അതുകൊണ്ട് പൂർണ്ണമാകില്ല എന്നുള്ളതുകൊണ്ടാണ് ഗവൺമെന്റ് 3 അംഗ കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈ ഗവൺമെന്റ് കാലത്താണ് വന്നത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ ഈ ഗവൺമെന്റ് വളരെ പോസിറ്റീവായ നിലപാടാണ് എടുത്തത്. അല്ല, ശരിയാണ്, ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നം ക്ഷേമ പ്രവർത്തനമല്ല, മുതലാളിമാർക്ക് ആശ്വാസം. മുതലാളിമാർക്ക് ആശ്വാസം എന്ന നിലയിൽ 2 കോടി വരെയുള്ളവർക്ക് 50%, 4 കോടി വരെയുള്ളവർക്ക് 40% എന്ന പാക്കേജ് ബാങ്കുകൾ കൂടി ചർച്ച ചെയ്ത് അംഗീകരിച്ചു. ആ അംഗീകരിച്ച പാക്കേജ് ബാങ്കുകൾ അതിൽ ഉറച്ചു നിന്നില്ല എന്നതാണ് പ്രശ്നം. അവര് തൊഴിലാളി ഈ പാക്കേജ് അംഗീകരിച്ചാൽ അതിന്റെ 10% കെട്ടിവെക്കണം മുതലാളിമാർ. അതിന് ബാങ്ക് നോട്ടീസ് കൊടുക്കുമ്പോഴാണ് അവർക്ക് കെട്ടിവെക്കാൻ കഴിയുക. കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഉടനെ ഈ പാക്കേജിന്റെ അനുസരിച്ചിട്ട് ഇവർക്ക് അടയ്ക്കാനുള്ള അവസരം കൊടുക്കണം. ഇക്കാര്യത്തിൽ ബാങ്ക് വളരെ നെഗറ്റീവായ നിലപാടെടുത്തത് മൂലമാണ് ഇന്ന് പല വ്യവസായികൾക്കും ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയിലേക്ക് കാര്യമെത്തിയത്. അതിന് പുറത്തുവരുന്ന വാർത്ത അതല്ല ശ്രീ മേഴ്സിക്കുട്ടി. അതിന്റെ പ്രശ്നം നിൽക്കുന്നത് 2022 പരാതി നൽകിയിട്ട് അതിന്റെ മറുപടി ലഭിച്ചത് 2 ആഴ്ച മുമ്പാണ്. അവിടെയാണ് ആ മറുപടിയേക്കാൾ അതിന് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന കന്നതിരിവാണ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഗവൺമെന്റ് ഒരു പാക്കേജ് അംഗീകരിച്ചു. ആ പാക്കേജ് എല്ലാവർക്കും ബാധകമാണ്. ഇൻഡിവിജ്വൽ അല്ല ബാധകം. കോമൺ ആണ് തീരുമാനം. ആ കോമൺ തീരുമാനം അനുസരിച്ച് ആപ്ലിക്കബിൾ ആകേണ്ടത് ഈ ഉടമകൾ ബാങ്കിന് അപേക്ഷിക്കുകയും ബാങ്ക് 10% അടയ്ക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യുന്നത് വഴിയാണ് അത് പ്രയോഗത്തിൽ വരുന്നത്. ഇപ്പോൾ അത് നടക്കാത്തത് കൊണ്ട് ഈ വ്യവസായികളെല്ലാം തിരുവനന്തപുരത്ത് SBIയുടെ മുന്നിലും കാനറ ബാങ്കിന്റെ മുന്നിലും ഇപ്പൊ അരിച്ചുവിടാൻ സമരം നടക്കുകയാണ് ചെറുകിട വ്യവസായികൾ. ഈ പാക്കേജ് നടപ്പിലാക്കണം എന്നാണ് അവരുടെ ആവശ്യം. അത് ബാങ്കുകൾ എടുക്കുന്ന അങ്ങേറ്റത്തെ നെഗറ്റീവായ നിലപാടല്ല നിങ്ങൾക്ക് വാർത്ത, വേറെ ചിലതാണ് നിങ്ങൾക്ക് വാർത്ത. ഒരിക്കലുമല്ല, അത് ഞങ്ങൾക്ക് വാർത്ത തന്നെയാണ്. ബാങ്കുകളുടെ നെഗറ്റീവായിട്ടുള്ള നിലപാടിനെ നമ്മൾ ഉറപ്പായി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ശ്രീ മേഴ്സിക്കുട്ടിയമ്മ, ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് അറിയാമല്ലോ, തുടിക്കുന്ന ജീവിതങ്ങളാണ് ഓരോ ഫയലുകളുമെന്ന്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പരാതിയാണ്. ആ പരാതി മുന്നോട്ട് പോയില്ലല്ലോ. ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തത്, ഗവൺമെന്റ് എല്ലാവർക്കും ബാധകമാകുന്ന തീരുമാനമെടുത്തു. അത് നടപ്പിലാക്കി കിട്ടണമെന്നാണ് ചെറുകിട മുതലാളിമാർ ഇന്ന് ആവശ്യപ്പെടുന്നത്. സർക്കാർ അംഗീകരിച്ച, ബാങ്ക് അംഗീകരിച്ച, ഉടമകൾ കൂടി അംഗീകരിച്ച പാക്കേജ് നടപ്പിലാക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കാനറ ബാങ്കിന്റെ മുന്നിൽ അവർ സമരം തുടരുകയാണ്. SBIയുടെ മുന്നിൽ അവർ സമരം തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കേസും. ഇതൊരു ഇൻഡിവിജ്വൽ കേസാണ്. പക്ഷേ ഇത് മാത്രമല്ല, നേരത്തെ ഒരു പരാതി വന്നിരുന്നു. ശ്രീ ജയചന്ദ്രൻ, മറ്റൊരു കശുവണ്ടി വ്യവസായിയായിരുന്നു ജയചന്ദ്രൻ. അദ്ദേഹവും സമാനമായ രീതിയിൽ ഞങ്ങൾ തന്നെ സമീപിച്ചിരുന്നു. മുതലാളിമാരെല്ലാം നേരിടുന്ന പ്രശ്നമാണ്. ഒരാളും 2 ആളുമല്ല, എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് തീരുമാനമെടുത്തത്. അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നത്തിനാണ് തൊഴിലുടമകൾ സമരം ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, ബാങ്കുകളുടെ പ്രശ്നം അത് ഉറപ്പായും നടപ്പാക്കുന്നത് വേണം. അതിന് ബാങ്കുകളുടെ നിലപാടാണ് ഈ വ്യവസായത്തെ സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ആദ്യം തന്നെ ശ്രീ മേഴ്സിക്കുട്ടിയമ്മ തന്നെ പറഞ്ഞല്ലോ, ഇത് ഉദ്യോഗസ്ഥരുടെ കന്നന്തിരിവാണെന്ന്. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അത് സർക്കാരിൽ സ്വീകരിക്കേണ്ടത് അല്ല. ആ കാര്യം ഗവൺമെന്റ് ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ യോഗം വീണ്ടും വിളിച്ചു. ബാങ്കുകളും എല്ലാമായിട്ട് യോഗം വിളിച്ചിട്ട് അവർക്ക് സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം അടയ്ക്കാൻ എന്നുള്ള തീരുമാനം ഇപ്പൊ 2 ആഴ്ച മുമ്പ് എടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ വ്യവസായ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒരു യോഗം വിളിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രശ്നം സങ്കീർണമാണ്. അതിനാവുന്നതെല്ലാം, സാധ്യമായതെല്ലാം ചെയ്യാനാണ് ഗവൺമെന്റ് മുൻകൈയെടുക്കുന്നത്. ശരി, മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് പ്രതികരിച്ചത്. അതിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച, ഉദ്യോഗസ്ഥരുടെ പ്രശ്നം തന്നെയായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.